ഹേ ഗായ്സ്, അങ്ങനെ ടീസർ റിയാക്ഷൻ അല്ല ടീസർ തോട്ട്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡേയ്സ് ഇറൈസ് പിന്നെ കളമക്കാവൽ രണ്ട് സിനിമയുടെ ടീസർ തോട്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് റിയാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, റിയാക്ഷൻ ചെയ്തിട്ട് വല്ല കാര്യമൊന്നുമില്ല. റിയാക്ഷൻ ചെയ്താൽ കോപ്പി റൈറ്റ് കിട്ടുന്നതാണ്. അതായത് വീഡിയോ അപ്ലോഡ് ഇൻക്ലൂഡിങ് ടീസർ ഒക്കെ ഇടുമ്പോൾ കോപ്പി റൈറ്റ് കിട്ടുന്നതാണ്. അങ്ങനെ ആയതുകൊണ്ട് ടീസർ തോട്ട്സ് ആയിട്ടാണ് വരുന്നത്. എന്റെ അഭിപ്രായം, എനിക്ക് ടീസർ കണ്ടിട്ട് എങ്ങനെ തോന്നി, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് പറയാൻ പോകുന്നത്. സോ അങ്ങനെ ആദ്യത്തെ ടീസർ കണ്ടത് ഡേയ്സ് ഇറൈസ് ആണ്. അതായത് നമ്മുടെ പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന രാഹുൽ സദാശിവൻ അല്ലെ, രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ ആണ്. പിന്നെ അതായത് നമ്മുടെ ബ്രഹ്മയുഗം സിനിമയുടെ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. സോ പുള്ളിയുടെ അടുത്ത സിനിമയാണ് ഡേയ്സ് ഇറൈസ്. ഒരു സെയിം അതേ ജോണർ തന്നെയാണ്. അതായത് ഒരു ടിപ്പിക്കലി ഹോറർ ആ ജോണറിൽ തന്നെയാണ് പുള്ളിയുടെ മുഖ്യ സിനിമ ഒക്കെ ഉള്ളത് ഹോറർ ടൈപ്പിൽ തന്നെയാണ്. അതായത് ആദ്യ സിനിമ ഭൂതകാലം, അതിനുശേഷം മമ്മൂക്കയുടെ ബ്രഹ്മയുഗം, അതിനുശേഷം പ്രണവ് മോഹൻലാൽ വെച്ചിട്ട് ചെയ്യുന്ന സിനിമയാണ് ഡേയ്സ് ഇറൈസ്. സോ സിനിമയുടെ ടീസർ വന്നു. 1 മിനിറ്റ് 45 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറാണ്. ടീസർ കണ്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ടീസറിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയുള്ള ഫ്രെയിംസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ടച്ചാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. വിഷ്വൽ ആയാലും എല്ലാം ക്വാളിറ്റി ആയിട്ട്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ്. അതായത് നമ്മുടെ ബ്രഹ്മയുഗം പിന്നെ 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 ടർബോ ഇതൊക്കെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ് ക്രിസ്റ്റോ സേവിയർ. പുള്ളിയാണ് എനിക്ക് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. ടീസറിൽ ഉണ്ടായിരുന്ന ആ സ്കോർസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഒരു കിഡിലൻ ഹോറർ ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആണ് ഇതിൽ കൂടി ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഷഫീഖ് മുഹമ്മദ് അലിയാണ് എഡിറ്റർ. പറയാൻ വിട്ടുപോയത് ഡൈറൈസിലെ പോസ്റ്റർ ഡിസൈൻസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ടിപ്പിക്കലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോസ്റ്റേഴ്സ് ആണ് അവർ ഇറക്കിയിരിക്കുന്നത് ആ സിനിമയുടെ പ്രമാണിച്ചിട്ട്. നന്നായിട്ടുണ്ട്. പിന്നെ പറയാൻ വേറൊന്നുമില്ല, ഒരു നല്ലൊരു ഹോറർ ടൈപ്പിലുള്ള ഒരു ടീസറാണ്. കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തതായിട്ട് സിനിമ ഒക്ടോബർ 31, അതായത് ഹാലോവീൻ പ്രമാണിച്ചിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി ടൈം ഉണ്ട്. ട്രെയിലർ വരട്ടെ, ട്രെയിലർ വന്നിട്ട് ബാക്കി പറയാം. സോ അടുത്തതായിട്ട് കണ്ടത് മമ്മൂക്ക വിനായകൻ പ്രധാന വേഷത്തിലെത്തുന്ന കളമക്കാവൽ സിനിമയുടെ ടീസറാണ്. 51 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറാണ്. അതില് സിനിമയുടെ സംവിധാനം ചെയ്തിരുന്നത് ജിതിൻ കെ ജോസ് ആണ്. നമ്മുടെ കുറുപ്പ് സിനിമയുടെ ഡയറക്ടറാണ്. സിനിമയിൽ മജീദ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയുടെ ഇതില് ടീസർ ഒരു 51 സെക്കൻഡ് ആയതൊന്നും വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഒരു സിമ്പിൾ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം നന്നായിട്ടുണ്ടെങ്കിൽ അതിൽ അവസാനത്തെ ഒരു 2-3 സെക്കൻഡിലായിരിക്കാം മമ്മൂക്കയുടെ ഒരു ഷോട്ട്. അത് നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ഒരുപാട് ടൈമായി മമ്മൂക്കനെ കാണാതെ. സോ ഫൈനലി ടീസർ വന്നു. ഉടനെ തന്നെ സിനിമ റിലീസ് ഉണ്ടാവാം, മെൻഷൻ ഒന്നും ചെയ്തിട്ട. ടീസർ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ എന്തോ ആയിരിക്കാം, മമ്മൂക്ക ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, അങ്ങനെ എന്തോ ആയിരിക്കാം. സോ ബാക്കി ട്രെയിലർ വരട്ടെ, അതിനുശേഷം പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.